ലെഫ്റ്റ് ലെഫ്റ്റ്. ഇത് കണ്ടേ, ഒരു മര്യാദക്കുള്ളൊരു ഫോട്ടോ പോലും ഇതിലില്ല. പിന്നെന്താ അതൊക്കെ വീഡിയോ ആണോ? എടാ ഇതൊക്കെ ഞാൻ തന്നെ ഓളെ ഇൻസ്റ്റാഗ്രാമിൽ കയറി സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്ത് വെച്ചിരിക്കുക. ആരും ചോദിച്ചാൽ കാണിച്ചു കൊടുക്ക ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ പറയും. ക്രോപ്പിംഗ് ഒന്നും ശരിയായിട്ടില്ല. ഈ എഡ്ജൊക്കെ കയറിയില്ലാണ്ടില്ലേ? അത് ശരി. ഞാൻ ഇപ്പൊ എത്രയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ ഇതാ മനസ്സിലായേ? അതല്ലളിയാ. എടാ എനിക്കൊരു കാര്യം അറിയോ? ഞാൻ രാവിലെ ഒരു ഗുഡ് മോർണിംഗ് അയക്കും, അതിന് തിരിച്ച് രാത്രിയിൽ ഒരു സ്മൈലി വന്നാ വന്നു. ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ട് പോകും, പിന്നെ എപ്പോ വിളിക്കുന്ന ഒരു ഐഡിയ. എന്നിട്ട് നാണം കിട്ടും ഞാൻ തന്നെ വിളിക്കും എന്നു തന്നെ. ഇതൊക്കെ സാധാരണ അല്ലേ? ഈ ഒരു കാര്യമല്ലേ? പക്ഷേ ഈ എന്ന് പറഞ്ഞിട്ടൊരാൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കണെന്ന് ഓൾ അറിഞ്ഞിട്ട് 10-13 ദിവസമായിട്ടുള്ളൂ. അനക്കും തിരിച്ചങ്ങനെ തന്നെ അല്ലേ? ആ ഒരു ദിവസത്തെ ബന്ധം വെച്ചിട്ട് ഹായ് ഹൂയി എന്നൊക്കെ മെസ്സേജ് അയക്കാൻ പറ്റുമോ? ഒന്ന് സെറ്റ് ആവാൻ സമയം കൊടുക്ക്. എന്തീ പറഞ്ഞേ? ഞാൻ ഈ പെണ്ണുങ്ങളെ കാണാത്തതും മെസ്സേജ് അയക്കാത്തൊന്നല്ല. ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. നാളെ നേരം വെളുത്താ തീരാവുന്ന കൺഫ്യൂഷൻസ് എനിക്കുള്ളൂ. എല്ലാം ഓക്കേണ്. ചില്ലാവ്. ചില്ലാവണം. എന്താ എന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം ഓളെ മൊത്തെടുക്ക് സങ്കടം ഉണ്ടാന്ന്. ഏയ് അണക്ക് വെറുതെ തോന്നുന്ന സുഖു. മുണ്ടാണ്ടിരുന്ന് തിന്നോളണ്ടി. നീ കഴിക്കണ്ട. ഹലോ ഗേൾസ്. അപ്പൊ തൊയ്ബ് വേണോ സാറോ? എല്ലാരും ഹാപ്പിയാണ്. മൂത്തുമ്മാക്ക് അമ്മായിക്കൊക്കെ വീട്ടിൽ കല്യാണം ആയാലും നല്ല സന്തോഷമുണ്ട്. അതിപ്പോ കൊറേ ആയില്ലേ എല്ലാരും ഇങ്ങനെ ഒത്തുകൂടിയിട്ട്. അതിന്റെ ഒരു തെളിച്ചുണ്ട് എല്ലാവരുടെയും മുഖത്ത്. 1-2 ആഴ്ച കൊണ്ടുണ്ടായ കല്യാണം ആയതുകൊണ്ട് വിളിച്ചെത്തൂലെന്നാ ഞാൻ വിചാരിച്ചത്. എന്നാലല്ലേ വരുന്നതിന് എനിക്ക് തോന്നണം. എന്താ ഈ ആഴ്ച കണക്ക്? കൊല്ലം 4-5 ഞാൻ ഓക്ക് ചെക്കനെ തരാൻ തുടങ്ങിയിട്ട്. ഇതിലെ ആഴ്ചന്റെയും മാസത്തിന്റെയും കണക്കൊന്നുമില്ല ബത്തുവോ. എടാ അതോ എന്താ സബർക്ക? എന്തത്? എന്ത്? അതെനിക്ക് ഞാനും തന്നെ ചോദിക്കായിരുന്നു. എന്തൊരു കഷ്ടം നോക്കി. ഇതാ ഇവന്റ് മാനേജർ കൊടുത്തേച്ചതാ. ഇവൻ മാനേജ്മെന്റ് ആരെ ഏൽപ്പിച്ച്? അത് ഞാനാ. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വേണ്ടെന്ന് ഞാൻ പറയില്ലേ? പോത്തെ ഞാൻ പറയണത് നീ എന്ത് വെച്ചാണ് കേക്കണത്? അല്ലേക്ക് ഇത് കൊടുത്തേക്കലേ. ഇത് കൊടുത്തേച്ചോ. ഒരു കാര്യം പറഞ്ഞാൽ ഈ മണ്ട വെച്ച് ആലോചിക്ക്. ഞാൻ എന്താണ് പറയണത്, ഓരോ എന്താണ് കേക്കണത്? അല്ലോ ആ ആലേന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ട് ഒരു ഭക്ഷണം കഴിച്ചിരിക്കണം. ഓരോ കഴിച്ചു. ഈ കഴിക്കണല്ലേ? 5, 6, 7, 8, 9, 10. ഈ എണ്ണിക്കോ. എല്ലാരും ഒളിച്ചോട്ടോ. 1, 2, 3, 4, 5, 6, 7. ഹലോ, നീ ഹാപ്പി അല്ലേ? അല്ലാന്ന് തോന്നി എനക്ക് കുറച്ച്. എക്സ്പ്രഷൻസ് ഒന്നും അത്ര പോരല്ലേ? കറക്റ്റ്. എൻ്റെ ഉള്ളിന്ന് വന്നില്ല. പൊടി ഉണ്ടല്ലോ, നമ്മുടെ ഈ കല്യാണമൊക്കെ ആകുമ്പോ ഉണ്ടാവേണ്ട ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലേ, അതില്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതർവൈസ് ചില്ലാണ്. എൻ്റെ ഉള്ളിലൊന്നുമില്ലല്ലോ അല്ലേ? വേറൊന്നും ഇല്ലടി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സൈറ്റ്മെന്റ് ഇല്ല, അതാ എൻ്റെ വില്ല. ശരിയായിക്കോളൂ അല്ലേ? അതൊക്കെ ശരിയായിക്കോളും. നീ ഹാപ്പി അല്ലേ? പിന്നെന്താ, എല്ലാം സെറ്റ് ആയിക്കോളും. ഷോ പഠിച്ചോണ്ട് എന്റെ കുട്ടി. ഞാൻ പോരാട്ടോ. എന്താ ഇതിലൊക്കെ ചെളിയാവൂലേ? ഇതാര് കാണാനാണ് എനിക്കൊക്കെ പിടിച്ചേ? അപ്പൊ ഇതാ അത് ഞാൻ കൊടുത്തോളാം. അമിയേ എന്തമ്മാ? ആരാണ്? എടുത്തോ? ഇല്ല, പിന്നെ തിരിച്ചു വിളിച്ചോളാം. അമിയെ, ഇയാളെയും കൊണ്ടുവന്ന കുപ്പായം ഒന്നിട്ട് നോക്കോ? നിങ്ങൾക്ക് എന്തിന്റെ സൂക്കടമ്മ? ഒന്നും വയ്യ രാജാവിന്റെ കുപ്പായിട്ട് കിടക്കാം. പുതിയ ആപ്പിള കുപ്പായാണത്. പിന്നെ പുതിയ ആപ്പിള കുപ്പായം ഈ അതൊന്ന് വെറുതെ ഇട്ടിട്ട് ആളി എനിക്കൊരു വീഡിയോ കോൾ ചെയ്യേ. അതൊക്കെ ഒരു സന്തോഷല്ലേ? ഉമ്മാന്റെ കുട്ടിയല്ലേ? പൊന്നാരമ്മ, ഞാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ നാട്ടുകാരൊക്കെ ചിരിക്കും. നിങ്ങൾക്ക് എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? എടാ പിന്നെ മൂത്താപ്പനെ കല്യാണ നിശ്ചയത്തിന് വിളിച്ചിട്ടില്ല എന്ന് പറ, കല്യാണത്തിന് വരൂലെന്ന്. നമ്മുടെ മൂത്താപ്പനല്ലേ ഈ കല്യാണ നിശ്ചയമൊക്കെ തീരുമാനിച്ചത്?
എന്റെ മൂത്താപ്പയാണ്. ഒരു വട്ടം കൂടി പോയി പറഞ്ഞു വെച്ചിട്ട് എന്റെ വളയൊന്നും ഊരി പോവില്ല. ചെല്ല്. ഇനി വേറെ വിളിക്കാനുള്ള ലിസ്റ്റ് ഉണ്ടോ? ഏയ് വേണ്ട, ഞാൻ മൂത്താപ്പുറം വണ്ടി എടുത്തോ. വേണ്ട, ഞാൻ അവിടെ പോയിക്കോളാം. സാറാ ഇതൊന്ന് ഹാല മമ്മിക്ക് കൊണ്ട് കൊടുക്കാം. ഓക്കേ. മാറ് മാറ് മാറ്, ഇപ്പൊ കട്ടാവും. ഹലോ ആ ഹലോ, ആരാ? ഹാലല്ലേ? ഹാലമാമന്റെ ഫോൺ. ആയിക്കോട്ടെ, ഇത് ഹാലയ്ക്ക് കൊടുത്തോളി. ആ ഞാൻ കൊടുക്കാം. ഹലോ ആരാ? എനർജി ഒന്നൂടെ. ഹാലബാബിക്ക് ഫോൺ. എന്താ മോളെ ഫോട്ടോ എടുത്തു കൊടുക്കല്ലേ? ആരാ? നമ്പറാ. അറിയാത്ത പറ എടുക്കണ്ട, പിന്നെ വിളിക്കാൻ പറ. ഹലോ ഹലോ. എവിടുക്കാന്നാ? കല്യാണ പേരേക്ക്. ഇപ്പൊ അങ്ങോട്ട് പോണ്ട. എന്താ ഇന്നെ വിളിക്കാതെ കല്യാണത്തിന് എനിക്ക് പോണ്ടാന്ന്. നിങ്ങള് വരണ്ട, ഞാൻ പോകും. നിങ്ങളിവിടെ കുട്ടികളെ മാരി വാശിയും പിടിച്ച് ഇവിടെ ഇരുന്നു. ആ ഇക്കിന്റെ അഭിമാന വലുത്. അഭിമോനാ? മൂത്തമ്മ. ആ അമ്മീ. ആ, മൂത്താപ്പ പുയ്യപ്പുറത്ത് ഇങ്ങോട്ട് തന്നെ അവിടെ പണിയില്ലേ? ഞാൻ മൂത്താപ്പാനെ നിശ്ചയത്തിന് വിളിക്കാൻ വേണ്ടി വന്നാ. ഞാനുണ്ടാക്കിയ കല്യാണത്തിന് എന്നെ തന്നെ വിളിക്കാൻ വരിക? ഞങ്ങൾ അങ്ങോട്ട് വരാൻ റെഡിയായി നിൽക്കാം അല്ലേ? ദൈവള് മാറ്റിക്കണേ. കുപ്പായ രണ്ട് പണിയുള്ളൂ. ഈ നിക്കട്ടാ, ചൂടുള്ള ആട്ടുംപാലും കൊണ്ടുവരാം. മൂത്തമ്മക്കൊന്നും വേണ്ടെന്നു. ആ കൊറേ പണിയുണ്ട് വീട്ടിൽ പോയിട്ട്. നാട്ടും പാലൊന്നും അല്ല. ഏതായാലും വാ, കുടിച്ചിട്ട് പോവാ. എനിക്ക് കുപ്പായ മാറ്റാലോ. വരി. ആ